എന്നെ എല്ലാവർക്കും തന്നെ അറിയാൻ പറ്റും. ഞാൻ ജോസ്ഗിരി, ചെറുപുഴ പഞ്ചായത്തിൽ ജോസ്ഗിരി താമസിക്കുന്ന ബെന്നി അല്ലെങ്കിൽ പീറ്റർ ജോസഫ് എന്ന് പറയുന്ന ആളാണ്. ചേമ്പിനെക്കുറിച്ച് പറയാനാണ് ഇവിടെ വന്നത്. ചേമ്പ് എന്ന് പറയുന്നത് കഴിഞ്ഞ പ്രാവശ്യം ചേനയുടെ ഒരു വാർത്ത ഞാൻ കണ്ടു മൊബൈലിൽ. കാട്ടുചേനയെന്ന് പറഞ്ഞിട്ടേക്കുന്നത് ഒറിജിനൽ കാട്ടുചേനയല്ല. കാട്ടുചേന അങ്ങനെയല്ല ഇരിക്കുന്നത്. കാട്ടുചേനയുടെ ഷേപ്പേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ ചേമ്പ് നമ്മൾ കണ്ടാൽ ഒരുപാടാണ് ചേമ്പ് പറയും. ഇതിപ്പോൾ നമ്മൾ സാധാരണ കടകളിലൊക്കെ കിട്ടുന്ന ചീമച്ചേമ്പ് എന്ന് പറയുന്ന ഇനത്തിൽപ്പെട്ട സാധനമാണ്. ഇതാണ് നമ്മൾ കൂടുതലായിട്ട് നടാനും കറിക്കും പുഴുങ്ങി തിന്നാനും ഒക്കെ ഉപയോഗിക്കുന്ന ചേമ്പ്. താഴേക്ക് മാറിയാൽ നമുക്ക് വേറെ ഒരുപാട് ചേമ്പുകൾ കാണാൻ പറ്റും. ഇത് നമ്മൾ ഈ ചേമ്പിനൊരു പ്രത്യേകത കണ്ടാൽ ഇത് തനി കാട്ടുചേമ്പാണ്. ഈ കാട്ടുചേമ്പിൻ്റെ പ്രചരണത്തിനാണ് ഈ അടിയിൽ നിന്ന് ഇങ്ങനെ ഒരു വള്ളി കിളുത്ത് നീണ്ടു പോകുന്നത്. നമ്മൾ ഇപ്പോൾ ഞാൻ പറിച്ചു കളഞ്ഞുകൊണ്ടാണ്. ഇതാണ് അതിൻ്റെ വളരാൻ വേണ്ടി വാല് പോലെ നീണ്ടുപോയിട്ട് ഉണ്ടാകും. ഇത് തനി വെള്ള കളറും ഇളം പച്ച കളറും കൂടിയതാണ്. പക്ഷേ ഇതേപോലെ തന്നെ ഇരിക്കും ഈ കണ്ണൻ ചേമ്പ് എന്ന് പറയുന്ന സാധനം. ഒരു ചെറിയ പ്രത്യേകതയുള്ള ഒരു നടുക്ക് ഒരു ചുമല കണ്ണുണ്ടാകും. ഇതിനാ കണ്ണില്ല, ഒരു നീല കളറുണ്ട്. താഴെ തന്നെയല്ല അതിൻ്റെ ഇലയുടെ സൈഡ് ഞൊറിഞ്ഞ് കിടക്കും. ചേമ്പുമായിട്ട് നിങ്ങൾ നോക്കുമ്പോൾ, ഇപ്പോൾ കണ്ട ചേമ്പുമായിട്ട് നോക്കുമ്പോൾ ഇതിന് പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഒന്നും തന്നെ കാണാനുണ്ടാകുമല്ലോ. പക്ഷെ ചെറിയ വ്യത്യാസം ഇതിന് കാണാനുള്ളൂ. ഇതിൻ്റെ ഇലയുടെ സൈഡ് ഇങ്ങനെ ഞൊറിഞ്ഞ് കിടക്കും. ഇതാ ഇതിൻ്റെ ഇലയെല്ലാം കൊണ്ട് ഞൊറിഞ്ഞ് കിടക്കും. പിന്നെ നടുക്ക് ഒരു നീല പൊട്ടുണ്ടാവും. ഇതിന് നടുക്ക് ഒരു ഇളം നീല കൂടിയ കളറാണ് ഇലയ്ക്ക്. ഈ നീല പൊട്ടുള്ള ശരിക്കും ഇത് കണ്ണൻ ചേമ്പെന്ന് പറയുന്ന സാധനമാണ്. ഇതിൻ്റെ അടിയിൽ ഒരു കോഴിമുട്ടയുടെ വലിപ്പത്തിൽ നിറച്ച് ഒരു വള്ളിക്കൊട്ട സാധനം ഒരു ചേമ്പിൻ്റെ ചോട്ടിൽ നിന്ന് കിട്ടും. അത് വളരെ ടേസ്റ്റാണ്, പുഴുങ്ങി തിന്നാൻ നല്ല രുചിയുള്ള ചേമ്പാണ്. ഇത് കഴിഞ്ഞ പ്രാവശ്യം കടയിൽ കൊണ്ടുവന്നിട്ട് കണ്ണൻ ചേമ്പാന്ന് പറഞ്ഞ് അത് ജനങ്ങൾക്ക് എന്ത് ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. അത് തിരിച്ചുകൊണ്ടായ അവസ്ഥയൊക്കെയുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് കാട്ടുചേമ്പാന്നും പറഞ്ഞ് ഇത് പെണ്ണുങ്ങളെ പണിക്ക് കൂട്ടുവാണെങ്കിൽ ഇത് കാട്ടുചേമ്പാന്നും പറഞ്ഞ് ഇത് കുറച്ച് ദൂരെ കളയും. അതേ ഇനത്തിൽപ്പെട്ട സാധനം തന്നെയാണ് ഇതും. പക്ഷേ ഇതിൻ്റെ തണ്ടിനൊരു പ്രത്യേകതയുണ്ട്. ഇതിൻ്റെ തണ്ട് ഫുള്ള് വയലറ്റ് കൂടിയ ചുവപ്പ് കളറാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ഈ കൊട്ടച്ചേമ്പെന്ന് കൊണ്ട് കാരണവന്മാർ പറയുന്ന സാധനമാണ്. ഒരു ഇഴുക്കലുണ്ട്. ഇത് കറി വെക്കാനൊക്കെ കൊണ്ടാൽ ഈ ചേമ്പ് ഒരു മൊത്തം എന്ന് വെച്ചാൽ കാച്ചിക്ക കഴുകിയ വെള്ളം പോലെ ഇഴുകിയായിരിക്കും ഉണ്ടാകുക. പക്ഷേ ഇത് ഭയങ്കര ടേസ്റ്റുകളും ഭയങ്കര ഗുണവുമുള്ള സാധനമാണ്. ഇതൊന്നും ഇപ്പോൾ ജനങ്ങളുടെ അടുത്തില്ല, എല്ലാവരും ഉപേക്ഷിച്ചു. എല്ലാവർക്കും അറിയാവുന്ന ഒറ്റ ചേമ്പേ ഉള്ളൂ, ചീമച്ചേമ്പ് എന്ന് പറഞ്ഞ ഇതെല്ലാം നമുക്ക് കൃഷി ചെയ്യേണ്ടതാണ്. ആരോഗ്യപരമായിട്ട് വളരെ നല്ല ഈ കർക്കിടകത്തിലൊക്കെ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ തണ്ട് ഇലയും കൂമ്പും അടക്കം എല്ലാം കറി വെക്കാൻ കൊള്ളുന്ന സാധനമാണ്. ഇത് കിണ്ടിച്ചേമ്പ് എന്നൊക്കെ പറയുന്ന അടിയിൽ ഇങ്ങനെ മണ്ട ലേശം കൊടുത്തിട്ടിങ്ങനെ ഒരു പുട്ടുംകുറ്റിയുടെ രൂപത്തിലാണ് ഇതിൻ്റെ ചോട്ടിലുണ്ടാകുന്നത്. അത് ഈ പെരിങ്ങോ ഭാഗത്തൊക്കെ ഇഷ്ടംപോലെ ഇതുണ്ട് കൃഷി ചെയ്യുന്നവർ. അതിൻ്റെ ആ തടയാണ് ഇതിൻ്റെ പുഴുങ്ങി തിന്നുന്നത്. ഇതിന് വിത്തിനേക്കാളും കൂടുതൽ തടയടക്കം പുഴുങ്ങി തിന്നുന്നതാണ്. ഇതിപ്പോൾ ഇത് കാട്ടുചേമ്പാന്നുള്ള ധാരണ ഇവിടെ പെണ്ണുങ്ങൾ തെളിക്കാൻ വന്നപ്പോൾ ബാക്കി കണ്ടു, അതെല്ലാം കുറ്റിയാക്കി അവരൊന്നും തെളിച്ച് കളഞ്ഞു. അവർക്ക് ഇതിനെക്കുറിച്ച് ഗ്രാഹ്യമില്ലാത്തുള്ളൂ. ഇതിൻ്റെ തണ്ട് ഫുള്ള് വെള്ളയായിരിക്കും. പിന്നെ മണ്ടയ്ക്കൊരു ചെറിയ നീല കളറുണ്ടാകും. ബാക്കി ഈ പറഞ്ഞ പോലെ തന്നെ എല്ലാം അതിൻ്റെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഇത് കഴിഞ്ഞ ദിവസം ഞാൻ നമ്മുടെ മൊബൈലിലൊരു വീഡിയോ ഞാൻ കണ്ടു. കാട്ടുചേനയാണ് എന്നും പറഞ്ഞിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ കുറേ ഔഷധ ഗുണങ്ങളും കാര്യങ്ങളും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ തെറ്റിദ്ധരിച്ചതാണ്. ഇതല്ല കാട്ടുചേന. കാട്ടുചേന എന്ന് പറയുന്ന സാധനം ഞാൻ ഒറിജിനൽ കാണിച്ചു തരാം. ഈ ചേനയുടെ തണ്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇതിൽ പാമ്പിൻ്റെ പോലെ, പെരുമ്പാമ്പിൻ്റെയൊക്കെ പോലെയുള്ള നിറച്ച് പുള്ളിക്കുത്തുകളുള്ള ഒരു ചേനയാണ്. എന്നാൽ കാഴ്ചയിൽ ചേന പോലെ തന്നെ ഇരിക്കും. പക്ഷേ ഇതല്ല മരുന്നിന് ഉപയോഗിക്കുന്ന ചേന. ഒന്ന് വീഡിയോ ഇട്ടത് ആരാണേലും ഞാനത് മുഴുവൻ കണ്ടതാണ്. പുറകില്ല, ഒന്ന് കണ്ടു കഴിഞ്ഞത് പോയി. കാട്ടുചേന എന്ന് പറയുന്ന സാധനം ഞാൻ ഒറിജിനൽ ഇവിടെയുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. ഇതല്ല കാട്ടുചേന, ഇത് കാട്ടുചേനയുടെ വ്യാജനാണ്. നമ്മൾ മുമ്പേ കണ്ട ചേനയും ഈ ചേനയും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. നിങ്ങൾ ഇതിൻ്റെ തണ്ട് ശ്രദ്ധിക്കും. ഇതിൻ്റെ തണ്ട് കറുപ്പ് കളറ് കൂടിയ ഒരു നീല കളറാണ്. കറുപ്പ് കൂടിയ ഒരു നീലയാണോ കറുപ്പാണോ എന്ന് ചോദിച്ചാൽ, വയലറ്റാണോ എന്ന് ചോദിച്ചാൽ പറയാൻ പറ്റില്ല. അതേ കൂട്ടൊരു കളറാണ്. ഇതിൻ്റെ തണ്ടയിൽ ഒരിടത്ത് പോലും ഒരു പുള്ളിക്കുത്തില്ല, ഒറ്റ കളറായിരിക്കും. ഇതാണ് ഒറിജിനൽ കാട്ടുചേന. ഇതാണ് മരുന്നിന് ഉപയോഗിക്കുന്ന ചേന. ഇത് ഉദരരോഗങ്ങൾക്ക് വേണ്ടി കാരണവന്മാർ ഉപയോഗിച്ച് നാടൻ കന്നുകാലിയുടെ നാടൻ മോരിനകത്ത് ഉപയോഗിച്ച് 8 ദിവസം വെച്ച് അതിൻ്റെ തെളി മാത്രം ഊറ്റി കുടിക്കുന്ന ഒരുപാട് മരുന്നിനൊക്കെ പണ്ട് ഇത് എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വീഡിയോ ഇട്ടത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ശ്രദ്ധിച്ച പോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കണം. ഇത് എന്തെങ്കിലും സാധനം വീഡിയോ ഇടരുത്. ഇതിനെക്കുറിച്ച് ഏകദേശം ഒരു രൂപം. ഇതാണ് കാട്ടുചേന. അത് കണ്ടാൽ തന്നെ അറിയാം. ഒറ്റ കളറായിരിക്കും തണ്ടിന്, ഒരു പാണ്ടും പുള്ളി ഉണ്ടാവുകയില്ല, നീലക്കളറായിരിക്കും. ഇത് വലിയ 10-15 കിലോയുള്ള ചേന ഉണ്ടാവും, വലിയ ചേന. നിങ്ങൾ അറിഞ്ഞോ, ആഴ്ചയിൽ 500 രൂപ വീതം ഫീസ് അടച്ചുകൊണ്ട് നേഴ്സാകാം. 100% ജോലി ഉറപ്പോടുകൂടി. 1/4 നൂറ്റാണ്ടിന്റെ വിജയത്തിളക്കവുമായി സെന്റ് മേരീസ് നഴ്സിംഗ് കോളേജ് ചെറുപുഴ. പഠനത്തോടൊപ്പം തന്നെ ജോലി നൽകുക എന്നത് ഞങ്ങളുടെ മാത്രം പ്രത്യേകതയാണ്. പ്രവേശന സമയത്തെ അഡ്മിഷൻ ഫീസ് മാത്രം.
100% പ്രാക്ടിക്കലോടുകൂടി ഓൺലൈനായും പഠിക്കാം. അഡ്മിഷൻ തുടരുന്നു. 2 വർഷത്തെ നഴ്സിംഗ് ആൻഡ് ലാബ് ടെക്നീഷ്യൻ കോഴ്സുകളും 1 വർഷത്തെ പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സുകളും ഇവിടെ ലഭ്യമാണ്. സെന്റ് മേരീസ് നഴ്സിംഗ് കോളേജ്, ചെറുപുഴ. ഫോൺ നമ്പർ 9446007032, 9947771550, 8606897907.